മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘൻ്റെ ഇത്തവണത്തെ ഈ ഒരു പ്ലാനിങ്ങിൽ മഹാലക്ഷ്മി തീർന്നു എന്ന് തന്നെ ശത്രുക്കൾ ഒന്നടങ്കം ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. വാമനാണെങ്കിൽ കണ്ണനിലെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ സ്വത്തുക്കളൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, കണ്ണൻ്റെ കൂടെ ഇപ്പോൾ എന്തിനും തയ്യാറായിട്ട് അനന്തവും ലേഖയുണ്ട്. അപ്പോൾ അവരെന്തായാലും നമ്മളെ വെറുതെ വിടില്ല എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടെങ്കിലും മേഘൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു പേടിയും വേണ്ട അച്ഛാ, അവളെ മുകളിലേക്ക് പറഞ്ഞു വിടാൻ ഇത്രയൊക്കെ ചെയ്ത എനിക്ക് ഇനി അവൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണോ പാട്? മഹാലക്ഷ്മിയുടെ കൂടെ അവനെയും ഞാൻ മുകളിലേക്ക് പറഞ്ഞു വിടും എന്നെല്ലാം പറഞ്ഞ് വാമനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് മേഘൻ ഗോഡൗണിലേക്ക് പോകാൻ തുടങ്ങുന്നതും ഇനി നീ അവിടേക്ക് പോകണോ, വെറുതെ തെളിവുകളൊക്കെ ഉണ്ടാക്കണോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അവളുടെ ചിത കത്തിത്തീരുന്നത് നേരിട്ട് തന്നെ കാണണം അച്ഛാ. അതിന് ഞാൻ അവിടെ ഉണ്ടായേ തീരൂ എന്നും പറഞ്ഞുകൊണ്ട് മേഘൻ ഗോഡൗണിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനാണെങ്കിൽ മതി മറന്ന് സന്തോഷിക്കുകയാണ് കേട്ടോ. തുടർന്ന് മുത്തശ്ശിയോടായിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, അവളുടെ കാറ്റിപ്പോൾ തീർന്നു കാണും. മേഘൻ ഇത്തവണ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. ആ ഗോഡൗണിൽ നടന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ വീഡിയോ എല്ലാം അവൻ അയച്ചു തന്നിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അർമാദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സന്തോഷിച്ചാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ, ഇപ്പം എല്ലാം കഴിഞ്ഞു കാണും അമ്മേ, ഇന്ന് രാത്രി അവളുടെ ചിത കത്തിത്തീരുമെന്ന് തന്നെ പ്രതാപനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി തൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോയി എന്ന് വിശ്വസിച്ചുകൊണ്ട് മതിമറന്ന് സന്തോഷിക്കുകയാണ് കേട്ടോ കരുണ. തുടർന്ന് ചൂടോടെ ആ വാർത്ത ഉണ്ണിയോട് പറയാനായിട്ട് കരുണ കമലേശ്വരത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മോഹിനി വരികയാണ് കേട്ടോ. അപ്പോൾ അമ്മ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരണം എന്നൊക്കെ കരുണ പറയുമ്പോൾ, എനിക്കറിയാവുന്നതൊക്കെ ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം, മോൾ അവിടെ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ലക്ഷ്മി മോൾ ഉണ്ടാക്കി തരില്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഞാനിനി ചേച്ചിയുമായിട്ട് വഴക്കിടാനൊക്കെ ശ്രദ്ധിക്കാം അമ്മേ എന്നൊക്കെ പറയുമ്പോൾ, ഇതുവരെ അവൾ ഇവളെന്നൊക്കെ കരുണ മഹാലക്ഷ്മിയെ വിളിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ചേച്ചി എന്നുള്ള ആ ഒരു വിളിയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സംശയം, കരുണയുടെ ഒരു മാറ്റത്തിൽ എന്തോ ഒരു സംശയം മോഹിനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയോടുള്ള അടങ്ങാത്ത പകയോടുകൂടിയാണ് ഇതൊക്കെ പറയുന്നത്. എനിക്ക് ജീവിച്ചിരിക്കുന്നവരുമായിട്ട് മാത്രമേ വഴക്കുള്ളൂ, മരിച്ചവരുമായിട്ട് എനിക്ക് എന്ത് വഴക്ക് എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് കരുണ കമലേശ്വരത്ത് എത്തിയിട്ട് ഉണ്ണിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ഉണ്ണി പറയുന്നുണ്ട്, മേഘേട്ടൻ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രിയാണ് ആ ചടങ്ങ് നടക്കാൻ പോകുന്നത്. അവൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയായിരിക്കും, പക്ഷെ അയാളുടെ ജീവിതം അതോടുകൂടി തീർന്നല്ലോ. ഇനി നമുക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ഉണ്ണിയേട്ട വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി മതിമറന്ന് തന്നെ സന്തോഷിക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മിയുടെ ആ മരണം ആഘോഷമാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ ശത്രുക്കൾ ഒന്നടങ്കം. തുടർന്ന് ശരീരത്തിന് തീരെ വയ്യെങ്കിലും മഹാലക്ഷ്മിയുടെ അച്ഛിത തീരുന്നത് കാണാനുള്ള കൊതി കൊണ്ട് പ്രതാപൻ ഗോഡൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് മേഘനയും കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പരസ്പരം അവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്നതും അവിടെ ഒരു കൊലപാതകം നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ മേഘ ഇത്, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ, അതാ അങ്കിളെ എനിക്കും മനസ്സിലാകാത്തതെന്ന് മേഘനും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മേഘനും കൂടിയിട്ട് ഗോഡൗണിൻ്റെ അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ അവർ അകത്ത് കയറി നോക്കുന്നതും അവർ ആ കാഴ്ച കണ്ട് രണ്ടുപേരും ഞെട്ടുകയാണ്. അതായത് മഹാലക്ഷ്മി അവിടെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവിടെ കൂളായിട്ട് തന്നെ ഇരിപ്പുണ്ട്. മാത്രമല്ല ഗുണ്ടകളെയെല്ലാം നമ്മുടെ മാർക്കോ തല്ലി അവശരാക്കിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ അത് കണ്ട് ഷോക്കേറ്റ പോലെ നിൽക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ എന്തെങ്കിലുമൊക്കെ മഹാലക്ഷ്മിയോട് ചെയ്യും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ മഹാലക്ഷ്മി അറിയാതെ മഹാലക്ഷ്മിയെ പിന്തുടർന്നുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ രണ്ടുപേരും വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ അത് കേട്ടിട്ട്. അപ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ പ്രതാപനെയും മേഘനയും കാണുമ്പോൾ ശരിക്കും കലി കയറുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ അന്ന് മാർക്കോയുടെ കയ്യിൽ നിന്നും കിട്ടിയ തല്ലിൻ്റെ വേദന ഇതുവരെ ശരീരത്തിൽ നിന്നും പോയിട്ടില്ല. അപ്പോൾ ഇനിയും മാർക്കോയുടെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. ഒരു തല്ലുകൂടി താങ്ങാനുള്ള തൻ്റെ ശരീരത്തിന് ആ ഒരു കെൽപ്പില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിലൊരു പങ്കുമില്ല, മേഘൻ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പാനായിട്ട് പ്രതാപൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മേഘനാണെങ്കിലും ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. കാരണം ഗുണ്ടകൾക്ക് വരെ മാർക്കോയെ ശരിക്കും പേടിയാണ്, അയാൾക്ക് കാരിരുമ്പിൻ്റെ ശക്തിയാണെന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ മേഘനാണെങ്കിലും തൻ്റെ ശരീരത്തിന് കേടുപാടുകൾ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് തൽക്കാലം രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മാർക്കോ പുറകെ നിന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും ഒന്നവിടെ നിന്നേ, മഹാലക്ഷ്മിയോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട്
നിങ്ങൾ രണ്ടുപേരും വെറുതെ അങ്ങ് പോകാമെന്ന് കരുതിയോ? ഇതിനുള്ളത് നിങ്ങൾക്കും കിട്ടണ്ടേ? എന്നാലല്ലേ ആ കണക്ക് പൂർത്തിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും അവിടെ ഇട്ട് ശരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. മാർക്കോ തല്ലി ചതയ്ക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോയുടെ അടി കൊണ്ട് രണ്ടുപേരും അവശരാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം മഹാലക്ഷ്മിയോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാർ ഇപ്പോൾ മഹാലക്ഷ്മിയെ കാത്ത് ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. കണ്ണൻ സാറിന് നല്ലൊരു കണി തന്നെ നമ്മൾ ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കാറിലിട്ടിട്ട് നേരെ തോമസ് ഡോക്ടറുടെ വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണനും അനന്തുവാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാതെ അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മഹായ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കണ്ണന് വല്ലാത്തൊരു ഉൾഭയം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോമസ് ഡോക്ടറുടെ വീട്ടിലെത്തുന്നതും അടികൊണ്ട് അവശരായ പ്രതാപനെയും മേഘനയെയും കണ്ണൻ്റെ മുമ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മാർക്കോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡാണിത്. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്